ഈ തിരുവല്ലയിലെ ഈ കുട്ടി സംസാരിക്കുന്നത് കേട്ടിട്ട് തന്നെ എനിക്ക് നേരത്തെ ഞാൻ ഭയങ്കര ഹൃദയാഘാതം വരുന്ന പോലെ തോന്നുന്നു. കാരണം ഭർത്താവ് മരിച്ചിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. അപ്പോൾ ജീവിക്കാൻ വേണ്ടി പോകുന്ന പെൺകുട്ടികളാണ്. അവരെ ഇത്രയും ക്രൂരമായി പട്ടാപ്പകൽ അവർ ജോലി ചെയ്യുന്ന, അവർ സുരക്ഷിതത്വം ഉണ്ടെന്ന് വിചാരിക്കുന്ന സ്ഥാപനത്തിൽ പട്ടാപ്പകൽ കയറി അവരെ ഇതുപോലെ ഉപദ്രവിച്ച് റേപ്പ് ചെയ്യണമെങ്കിൽ ആ പ്രതിയുടെ മാനസിക അവനൊക്കെ വെട്ടിക്കൊല്ലണം എന്നാണ് ഞാൻ പറയുന്നത്. ഇതിനൊന്നും ആരെയും കാത്തു നിൽക്കരുത്. കാരണം അത്രയും ഇവരെ കൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. കോടതികളും അങ്ങനെ തന്നെയാണ്. കോടതികളെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിനിടയിൽ കോടതികളും വലിയ കളി കളിക്കുന്നുണ്ട്. ഞാൻ അതിനെല്ലാം കൃത്യമായിട്ടുള്ള എവിഡൻസ് നിങ്ങൾക്ക് തരാം. ഇനി എന്റെ ഒരു കുട്ടി, എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടീനെ ഇവിടെ ഒരു ഗുണ്ട റേപ്പ് ചെയ്തിരുന്നു. റേപ്പ് ചെയ്ത് ഓവറി ട്വിസ്റ്റായിട്ട് ബ്ലീഡിങ്ങും ബോധവും പോയിട്ട് ഇവിടെ ട്രിവാൻഡ്രത്തെ അനന്തപുരി ഹോസ്പിറ്റലിന്റെ അവിടെ അവനാക്കിയിട്ട് അവൻ രക്ഷപ്പെട്ടു കഴിഞ്ഞിട്ട് ഈ കുട്ടി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആവും മുമ്പേ ഇവന്റെ കയ്യിൽ 3 തോക്കുണ്ട്. ഇന്ന് വരെ ആ 3 തോക്ക് പോലീസ് കണ്ടെടുത്തിട്ടില്ല. ഈ തോക്ക് ഉപയോഗിച്ചാണ് കുട്ടിയെ ഭീഷണിപ്പെടുത്തിയത്. ആ കുട്ടി ജീവിക്കാൻ നിവൃത്തിയില്ലാതെ അതിന്റെ അച്ഛൻ മരിച്ചുപോയി. അമ്മയ്ക്ക് സർജറി വേണം. അപ്പൊ ജോലി ചെയ്ത് ശമ്പളം ചോദിച്ചതിനാണ് ആ കുട്ടീനെ അയാൾ റേപ്പ് ചെയ്തത്. അപ്പോൾ ആ പ്രതിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസ് അവന് 10-70 വർഷം ജയിലിൽ കിടക്കേണ്ട വകുപ്പുകളൊക്കെ ഇട്ടിട്ടാണ് പോലീസ് എഫ്ഐആർ തയ്യാറാക്കിയത്. പക്ഷെ നെടുമങ്ങാട് SC കോടതിയിൽ എത്തിയപ്പം ആ ജഡ്ജി ആ പ്രതിക്ക് ജാമ്യം കൊടുത്തു. എനിക്ക് മനസ്സിലാവുന്നില്ല, 70 കൊല്ലം ജയിലിൽ കിടക്കേണ്ടവൻ എങ്ങനെ ജാമ്യം കിട്ടി? നിങ്ങൾ വിചാരിക്കും ഈ ഒരു കേസിൽ മാത്രം ഈ SC കോടതികളൊക്കെ വെറും വേസ്റ്റ് ആണ്. ഇന്ന് വരെ ഏതെങ്കിലും ഒരു കേസ് നെടുമങ്ങാട് SC കോടതിയിൽ ശിക്ഷിച്ചതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ?